ഹായ്, ഒരു നല്ല കഥ കേൾക്കാൻ എല്ലാവരും റെഡിയാണോ? ഇത് നിങ്ങളുടെ പണം ഉപയോഗിച്ച് ഒരു സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കഥയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്കറിയാമല്ലോ, ചില കെണികളും രാക്ഷസന്മാരുമൊക്കെ ഉണ്ടാകാം. പക്ഷേ പേടിക്കേണ്ട, ശരിയായ വഴി അറിയാമെങ്കിൽ നമുക്കതിനെല്ലാം മറികടന്ന് വിജയത്തിലെത്താം. അപ്പം നമുക്ക് തുടങ്ങാമല്ലേ? ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ ഒരു മാന്ത്രിക പാത്രമുണ്ട്. അതിലിടുന്ന പണം താനേ വളരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ വളർച്ചയ്ക്ക് ₹1 പോലും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട. കൊള്ളാമല്ലേ? UK-യിലുള്ളവർക്ക് കിട്ടുന്ന ഇങ്ങനെയൊരു അവസരത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ പേരാണ് ISA അഥവാ ഇൻഡിവിജ്വൽ സേവിങ്സ് അക്കൗണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ വഴികാട്ടി, അല്ലെങ്കിൽ ഒരു ഭൂപടമെന്ന് പറയാം. ഈ വഴികാട്ടി ഉപയോഗിച്ച് നമുക്ക് ഓരോ അപകടങ്ങളെയും തിരിച്ചറിയാം, അവയെ മറികടക്കാം. അവസാനം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ കഥ നിങ്ങൾക്ക് തന്നെ എഴുതാം. ഏതൊരു നല്ല കഥയിലും ഒരു നായകനുണ്ടാകുമല്ലോ. നമ്മുടെ ഈ കഥയിലെ നായകനാണ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ് ISA. നിങ്ങളുടെ പണത്തെ വളർത്താനും അതിനെ നികുതിയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കാനുമുള്ള കഴിവ് നമ്മുടെ ഈ നായകനുണ്ട്. അപ്പോ എന്താണ് ഈ സ്റ്റോക്സ് ആൻഡ് ഷെയർസ് ISA എന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. ഇതൊരു നികുതിരഹിത കവചം പോലെയാണ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്നു. അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ ആ ലാഭത്തിന് സാധാരണഗതിയിൽ ഇൻകം ടാക്സോ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സോ നൽകേണ്ടി വരും. എന്നാൽ ISA എന്ന ഈ കവചത്തിനുള്ളിലാണെങ്കിൽ ആ നികുതികളൊന്നും നൽകേണ്ടതില്ല. എല്ലാം സേഫ്. നമ്മുടെ ഈ നായകന്റെ ശക്തി എത്രത്തോളമുണ്ടെന്ന് കാണണോ? 10 വർഷം മുൻപ് നിങ്ങൾ വെറും £10,000 ഒരു ISA വഴി ടെസ്ലയുടെ സ്റ്റോക്കിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത് ഏകദേശം £3 ലക്ഷം മാറുമായിരുന്നു. അതും ഒരു പൈസ പോലും ടാക്സ് കൊടുക്കാതെ. തീർച്ചയായും എല്ലാ നിക്ഷേപങ്ങളും ഇതുപോലെ റോക്കറ്റ് പോലെ കുതിക്കണമെന്നില്ല. പക്ഷേ ഒരു ISAയുടെ യഥാർത്ഥ സാധ്യത എത്ര വലുതാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ശരി, നമ്മുടെ സമ്പത്തിലേക്കുള്ള വഴിയിലെ ആദ്യത്തെ തടസ്സം, അല്ലെങ്കിൽ നമുക്കൊരു രാക്ഷസൻ എന്ന് വിളിക്കാം, അതാണ് ഭയം. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം മുടക്കാനുള്ള ഭയം. പലരും ഈ രാക്ഷസനെ പേടിച്ച് അയ്യോ എൻ്റെ പണം പോകുമേ എന്ന് കരുതി മാറി നിൽക്കും. പക്ഷെ അങ്ങനെ മാറി നിൽക്കുമ്പോൾ വലിയ അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത്. കണ്ടില്ലേ, ഈ ഭയം കാരണം എത്ര പേരാണ് മാറി നിൽക്കുന്നതെന്ന്. UK-യിലെ കണക്കെടുത്താൽ മുതിർന്നവരിൽ വെറും 15% പേർക്ക് മാത്രമാണ് ഒരു സ്റ്റോക്സ് ആൻഡ് ഷെയർസ് ISA ഉള്ളത്. ബാക്കിയുള്ള 85% ആളുകളും ഒരുപക്ഷെ പണം വെറുതെ ബാങ്കിലിടുകയോ അല്ലെങ്കിൽ ക്യാഷായി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിക്ഷേപിക്കാൻ അവർക്ക് പേടിയാണ്. ഈ ഭയത്തിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. ഒരു ഉദാഹരണം നോക്കാം. 1999 മുതൽ എല്ലാ വർഷവും നിങ്ങൾ £1000 ഒരു ക്യാഷ് ISAയിൽ, അതായത് പലിശ മാത്രം കിട്ടുന്നൊരിടത്ത് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ £36,000 ഉണ്ടാകുമായിരുന്നു. എന്നാൽ അതേ പണം ഒരു നോർത്ത് അമേരിക്കൻ സ്റ്റോക്ക് ഇൻഡെക്സിൽ നിക്ഷേപിച്ചിരുന്നെങ്കിലോ നിങ്ങൾക്ക് കിട്ടുമായിരുന്നത് £1,27,000. വ്യത്യാസം കണ്ടില്ലേ? നമ്മുടെ യാത്രയിലെ അടുത്ത അപകടകാരി ആരാണെന്നറിയാമോ? പിന്നെയാകട്ടെ എന്ന ചിന്ത. ഇത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്തായ സമയത്തെ മോഷ്ടിക്കുന്ന ഒരു കള്ളനാണ്. ഓർക്കുക, നിക്ഷേപത്തിന്റെ ലോകത്ത് പണത്തേക്കാൾ വിലയുള്ളത് സമയത്തിനാണ്. നേരത്തെ തുടങ്ങുന്നതിലെ മാന്ത്രികത നോക്കൂ. ഒരു 16 വയസ്സുള്ള കുട്ടി മാസം £150 നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ വിരമിക്കൽ പ്രായമാകുമ്പോഴേക്കും ആ ചെറിയ തുക ഏകദേശം £1 മില്യൺ വളർന്നിട്ടുണ്ടാകാം. അതാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ. അതായത് നിങ്ങളുടെ പണം നിങ്ങൾക്കായി കൂടുതൽ പണം സമ്പാദിക്കുന്ന ഒരു പ്രക്രിയ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എപ്പോഴാണ് നിക്ഷേപിക്കേണ്ടത്? സിമ്പിളാണ്. നിങ്ങൾക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ ആ പണം ആവശ്യമുണ്ടെങ്കിൽ, ഒരു വീടിന്റെ ഡെപ്പോസിറ്റിനോ മറ്റോ ആണെങ്കിൽ അത് ക്യാഷായി സൂക്ഷിക്കുന്നതാണ് നല്ലത്. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം 10 അതിലധികമോ വർഷങ്ങൾക്കപ്പുറമാണെങ്കിൽ, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസമോ റിട്ടയർമെന്റോ ഒക്കെയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതാണ് നല്ലത്. പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ് ISAയും പെൻഷനും തമ്മിലുള്ള നികുതി നിയമങ്ങൾ മാറിപ്പോകുന്നത്. ഇതൊരു തെറ്റായ ഭൂപടം കയ്യിൽ വെച്ച് യാത്ര ചെയ്യുന്നത് പോലെയാണ്. ഉറപ്പായും വഴിതെറ്റിപ്പോകുന്നു. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെൻഷനിൽ പണം നിക്ഷേപിക്കുമ്പോൾ സർക്കാർ നിങ്ങൾക്ക് ടാക്സ് റിലീഫ് തരും. എന്നാൽ ISAയിൽ അങ്ങനൊരു സംഭവമില്ല. കാരണം ISAയിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ടാക്സ് എല്ലാം കുറച്ചതിന് ശേഷമുള്ള പണമാണ്. അപ്പോൾ ISAയിൽ ടാക്സ് റിലീഫില്ല, പകരം അതിൽ നിന്നുണ്ടാകുന്ന വളർച്ചയ്ക്കും ടാക്സുമില്ല. രണ്ടും രണ്ടാണ്. പെൻഷനിലെ ടാക്സ് റിലീഫ് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ £500 നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ സർക്കാർ അതിൻ്റെ കൂടെ £125 കൂടിയിട്ട് തരും. അതായത് നിങ്ങളുടെ £500 നിക്ഷേപിച്ച ദിവസം തന്നെ £625 മാറും. ഇതൊരു ഫ്രീ മണിയാണ്. പെൻഷന്റെ ഏറ്റവും വലിയൊരു ആകർഷണവും ഇതുതന്നെയാണ്. അടുത്ത തെറ്റിദ്ധാരണ ഇതാണ്: നിക്ഷേപം തുടങ്ങണമെങ്കിൽ ഒരുപാട് പണം വേണം. ഒരു ഡ്രാഗൺ കാക്കുന്ന നിധി പോലെ
വലിയൊരു തുകയുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കൂ എന്ന് ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും. എന്നാൽ അത് തികച്ചും ഒരു മിഥ്യാധാരണയാണ്. സത്യത്തിൽ നിങ്ങൾ എത്ര പണം നിക്ഷേപിക്കുന്നു എന്നതിനേക്കാൾ എത്ര നേരത്തെ തുടങ്ങുന്നു എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാസം വെറും 50 പൗണ്ടിൽ നിന്ന് പോലും തുടങ്ങാം. സ്ഥിരമായി ചെറിയ തുക നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും പ്രധാനം, അല്ലാതെ വലിയ തുകയല്ല. ഇങ്ങനെ എല്ലാ മാസവും ചെറിയ തുക നിക്ഷേപിക്കുന്നതിന് ഒരു പേരുണ്ട്: ഡോളർ കോസ്റ്റ് ആവറേജിംഗ്. ഇതിന്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും നിങ്ങൾ നിക്ഷേപിക്കും. ചിലപ്പോൾ ഉയർന്ന വിലയ്ക്കും ചിലപ്പോൾ താഴ്ന്ന വിലയ്ക്കും വാങ്ങും. കാലക്രമേണ നിങ്ങളുടെ വാങ്ങൽ വില ഒരു ശരാശരി നിലയിലേക്ക് വരും. മാർക്കറ്റ് എപ്പോൾ താഴും എന്ന് നോക്കിയിരുന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ യാത്രയിലെ അവസാനത്തെ അപകടകാരികളാണ് മറഞ്ഞിരിക്കുന്ന ഫീസുകൾ. ഇവയെ നമുക്ക് സൂത്രശാലികളായ ട്രോളുകളുമായി ഉപമിക്കാം. നമ്മളറിയാതെ നമ്മുടെ നിക്ഷേപത്തിൽ നിന്ന് കുറേശ്ശെയായി പണം കാർന്നു തിന്നുന്നവർ. ഇവയെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാലക്രമേണ നമ്മുടെ വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗം നഷ്ടമാകും. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ പലതരം ഫീസുകളുണ്ടാകാം. വാങ്ങാനുള്ള ഫീസ്, വിൽക്കാനുള്ള ഫീസ്, പണം അവിടെ സൂക്ഷിക്കുന്നതിനുള്ള ഫീസ്, പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിനുള്ള ഫീസ്, അങ്ങനെ പലതും. ഈ ഫീസുകൾ വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് വലിയൊരു തുകയായി മാറും. അതുകൊണ്ട് എപ്പോഴും കുറഞ്ഞ ഫീസുകളുള്ള പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കഥയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളെ വഴിയിലെ രാക്ഷസന്മാരെയും കള്ളന്മാരെയും ട്രോളുകളെയും ഒക്കെ കണ്ടു. ഇനി ഈ അറിവുകൾ വെച്ച് നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക കഥയ്ക്ക് എങ്ങനെയൊരു ശുഭപര്യവസാനം എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഈ കഥയുടെ ഗുണപാഠം, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട 5 നിയമങ്ങൾ. 1. ഭയത്തെ അറിവുകൊണ്ട് നേരിടുക. 2. സമയം പാഴാക്കരുത്. 3. നികുതി നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. 4. ചെറിയ തുകയിൽ തുടങ്ങി സ്ഥിരമായി നിക്ഷേപിക്കുക. 5. ഫീസുകൾ നിങ്ങളുടെ പണം കൊണ്ടുപോകാൻ അനുവദിക്കരുത്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വഴികാട്ടിയുണ്ട്. വഴിയിലെ അപകടങ്ങളെക്കുറിച്ചും നിങ്ങൾക്കിപ്പോൾ അറിയാം. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങളുടെ സമ്പത്തിന്റെയും വളർച്ചയുടെയും കഥ നിങ്ങൾ എങ്ങനെയാണ് എഴുതാൻ പോകുന്നത്?